നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് DRDOയ്ക്ക് വേണ്ടിയിട്ട് ആസാദ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ടർബോജെറ്റ് എഞ്ചിൻ നൽകിയത്. ഇന്ത്യയുടെ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രീസിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഡിഫൻസ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഡിജിനസ് ആയിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതാണ് ഏറ്റവും പ്രത്യേകം. ഇപ്പോൾ നേരത്തെ കാവേരി എഞ്ചിൻ പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഈ ടർബോജെറ്റ് എഞ്ചിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലും നമുക്ക് കണക്കാക്കാവുന്നതാണ്. എന്താണ് ഇന്ത്യയുടെ ഭാവി? ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്താണ് ഇന്ത്യയുടെ ഒരു ഭാവി പുരോഗതി എന്ന് പറയാമോ? ടർബോജെറ്റ് എഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിൻ്റെ DRDO അല്ലെങ്കിൽ എയർഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോഴത്തേക്ക് പലർക്കും ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ആർമിക്ക് നേവിക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫൈറ്റർ എഞ്ചിൻ ഇല്ല എന്നുള്ളതാണ്. നമുക്കുള്ള ഫൈറ്റർ എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റിലോട്ട് നമ്മൾ വളരെ മുമ്പ് നമുക്കൊരു ഫൈറ്റർ എഞ്ചിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഴയ മാരുത് എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് ഒരു ഡിസൈനറെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചൊരു എഞ്ചിൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് 20 kN വരെ അതിനകത്ത് കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചിട്ട് നമ്മൾ MiG-21 മറ്റ് വിമാനങ്ങളും വാങ്ങിക്കുകയാണ് ഉണ്ടായത് 70-70. ഇപ്പോൾ നമ്മൾ എന്നാൽ അതേസമയം 40 വർഷത്തോളമായിട്ട് നമ്മൾ കാവേരി എഞ്ചിൻ നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലോട്ട് എത്തിയെങ്കിലും പലപ്പോഴും അതിൻ്റെ ആഫ്റ്റർ ബർണർ ഇൻ്റഗ്രേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. എന്നാലും നമ്മൾ അത് വിട്ടിട്ടില്ല. കാര്യം നമ്മളെ ഏറ്റവും പ്രതിരോധ രീതിയിലാക്കുന്ന ഒരു രീതി നമ്മുടെ സൗഹൃദ രാജ്യങ്ങളായ റഷ്യയും പോലുള്ള രാജ്യങ്ങൾ നമുക്ക് എൻജിൻ ടെക്നോളജി തരുന്നില്ല. നമ്മൾ വിലയ്ക്ക് വാങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ അതിൻ്റെ വില 3 ഇരട്ടിയാക്കി. 70 കോടി ഉണ്ടായിരുന്നത് ഒരു 200 കോടിയിലോട്ട് മാറ്റി അമേരിക്കയുടെ GE കമ്പനി. അപ്പോൾ ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാവേരി എഞ്ചിനിൽ നമുക്കതൊരു പാഠമായിട്ട് വന്നത് ഇതുവരെ ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്നപ്പോഴത്തേക്ക് ആൾക്കാരുടെ ഒരു പ്രൊഡക്ഷനിലൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തതുകൊണ്ടായിരിക്കണം നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പോൾ കാവേരിയുടെ പുതിയ എൻജിൻസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഗോദ്രേജ് ഗ്രൂപ്പ് അതിനകത്ത് കാര്യമായിട്ട് സംഭാവന ചെയ്യുന്നുണ്ട്. ഗോദ്രേജ് കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ കാവേരി എൻജിൻ്റെ കാവേരി ഡെറിവേറ്റീവ് എൻജിൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കാവേരി ഡെറിവേറ്റീവ് എൻജിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഖാതക് തുടങ്ങിയ ഡ്രോൺസിലും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ വിട്ടിട്ടില്ല. ഇടയ്ക്കൊരു പ്രൊജക്റ്റ് വന്നായിരുന്നു. നമ്മുടെ സുഖോയ് 30 ഒരു എൻജിൻ കാവേരിയും ഒരു എൻജിൻ സുഖോയുടെ എഞ്ചിനും വെച്ചിട്ട് പ്രവർത്തിപ്പിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയായിരുന്നു. പക്ഷേ അത് ടേക്ക് ഓഫ് ചെയ്തില്ല ഇതുവരെ നമ്മൾ അറിവനുസരിച്ച്. ഇപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റ് ആസാദ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. അതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്, ഹൈദരാബാദ് ബേസ്ഡ് ആണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് അവർ എയർബസിനും മറ്റുമൊക്കെ പാർട്സും ക്രിട്ടിക്കലായിട്ടുള്ള കോമ്പണൻസും ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി DRDOയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് വിശദമായിട്ടുള്ള പഠനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, നമ്മുടെ ഈ പ്രതിരോധ രംഗത്ത് നമ്മുടെ ഈ പ്രൈവറ്റ് സെക്ടറുടെ ഡിപ്പെൻഡൻസി നമ്മൾ കൂട്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് ഒരു തരത്തിൽ നമുക്ക് നമ്മുടെ സേഫ്റ്റിയും മറ്റു കാര്യങ്ങളെയും ബാധിക്കുന്നതാണെങ്കിൽ പോലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ഈ ഡിഫൻസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ ചേർത്തിട്ടുള്ളതാണ്. അതാണ് ഇത്രയും ഗ്രോത്ത് അവർക്കുണ്ടാകാനുള്ള സാധ്യത കൂടിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഴയ അതേ രീതിയിൽ നമ്മൾ ഈ ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ മാത്രം ഒരു സംവിധാനമായിട്ട് വച്ചിരുന്നു. ഇപ്പം ഇന്ന് തന്നെ പുതിയ ഒരു വീഡിയോയിൽ എയർ ചീഫ് മാർഷൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ HALൻ്റെ ടാർഡിനെസ് ആണ്. അവർ ഓരോ ജോലിയും ചെയ്യുന്നതിനകത്ത് ഭയങ്കരമായിട്ട് ഡിലേ വരുത്തുന്നുണ്ട്. അത് എയർഫോഴ്സിൻ്റെ ഓപ്പറേഷൻ റെഡിനെസ്സിനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിലാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഇന്നലെ ഒരു കപ്പൽ നീറ്റിറക്കിക്കൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നതിൻ്റെ അതിന് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ളതാണ് ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഇതിനകത്ത് വരുന്നത്. പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ കൊണ്ടേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. കാര്യം ഗവൺമെൻറ് സെക്ടറിലുള്ള പെർമിഷൻസിൻ്റെയൊക്കെ ഒരുപാട് ഡിലേസ്
പ്രൈവറ്റ് സെക്ടറിന് ഒഴിവാക്കാൻ സാധിക്കും. ഗവൺമെൻറ് സെക്ടറിനകത്ത് ഒരുപാട് പെർമിഷൻസ്, സാങ്ഷൻസ് ഒക്കെ അതിനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും. പ്രൈവറ്റ് സെക്ടർ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യത്ത് നിന്നാണെങ്കിൽ ഒരു കോമ്പണന്റ് വാങ്ങിക്കണമെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന് അത് വിദേശത്തു നിന്നും വരുത്തുന്നതിനകത്തും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനകത്തൊക്കെ ഒരുപാട് പെർമിഷൻസിന്റെ ആവശ്യമുണ്ട്. അതേസമയം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ആകുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഒരു സബ്സിഡറി ഉണ്ടെങ്കിൽ അവർക്ക് അതവിടെ ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ബാധിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇതുമായി ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. ഇപ്പോൾ ISROയിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടെ ഇവിടെ അനുമതി നൽകി. പക്ഷേ BRS എടുത്ത പലരും ഇപ്പോൾ അവിടുന്ന് മുങ്ങുകയാണ്. ഗഗൻയാൻ പോലുള്ള വലിയ പ്രൊജക്റ്റുകളിൽ നിന്ന് സയൻറ്റിസ്റ്റ് മുങ്ങുന്നത് കൊണ്ട് തന്നെ, സയൻറ്റിസ്റ്റുകൾ റിസൈൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ആ പ്രോജക്റ്റിനെ പോലും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. വലിയ ഹെവി ഫണ്ടിങ് പ്രൈവറ്റ് മേഖലയിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഒരു കൗണ്ടർ നെറേറ്റീവ്, കൗണ്ടർ ടെക്നിക്ക് അതിനെ ആസൂത്രണം ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ സയൻറ്റിസ്റ്റിന് അവിടുന്ന് റിസൈൻ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ DRDO ഒരു പ്രൈവറ്റ് സെക്ടേഴ്സിന് ഇന്ത്യയിലേക്ക് അവസരം കൊടുക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ളൊരു കൊഴിഞ്ഞുപോക്ക്, അത്തരം സംഭവങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്ഥാപനത്തെ ബാധിക്കില്ലേ? ഇല്ല, ഇതൊരു വളരെ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയാണ്. ഇപ്പോൾ 90s നമ്മുടെ ടെലികോം സെക്ടർ പ്രൈവറ്റൈസേഷൻ വന്നപ്പോഴത്തേക്ക് അവരെടുത്ത സ്റ്റാഫുകളെല്ലാം BSNL എന്നുള്ളതാണ്. BSNLിനകത്തോ അല്ലെങ്കിൽ HALനകത്തോ ISROക്കകത്തോ ഒരാളുടെ വളർച്ചയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെയും വളരണമെങ്കിൽ പിന്നെ 2 ഓപ്ഷനുള്ളൂ. ഒന്നിൽ വളരാതിരിക്കുക, അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഈ 2 ഓപ്ഷനേ അവർക്കുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് വന്നു. നമുക്ക് പ്രൈവറ്റ് സെക്ടറിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് BSNL എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് സെക്ടറിലോട്ട് വന്നപ്പോൾ പ്രൈവറ്റ് സെക്ടറും ഡെവലപ്പായി, BSNL കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഈ നഷ്ടം നമ്മൾ നികത്താൻ നമ്മൾ പഠിക്കണം. കാര്യം ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തുമ്പോഴത്തേക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സും സ്റ്റാഫും കൊഴിഞ്ഞു പോകും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനിൽ വേണം നമ്മൾ എടുക്കാൻ. കാര്യം നമ്മൾ ചിലരൊക്കെ കണക്കാക്കുന്നതല്ല, കേരളത്തിൽ ഈ കളിയാക്കി പറയാറുണ്ട്, കേരളത്തിൽ ഈ KSRTCയിൽ കണ്ടക്ടർമാർ കയറുന്നതല്ല, 18 വയസ്സിൽ കയറി 60 വയസ്സിൽ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ആരും ഇരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്, പ്രത്യേകിച്ച് ഹൈടെക് ഏരിയ. കാര്യം ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഒരു സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കുന്നതിൻ്റെ ഏകദേശം 1000-1 ചിലവ് ഇന്ത്യയിൽ വരുന്നു. അത്രയും ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണം ഇവിടെ ഉള്ള ലോ സാലറി പാക്കേജാണ്. ഇപ്പോൾ ISROയ്ക്കും പിന്നെ നമ്മുടെ ഡൽഹി പോലീസിനും കൊടുക്കുന്നത് ഒരേ പേ കമ്മീഷനാണ്. ഡൽഹി പോലീസിന്റെ അതേ കാര്യശേഷി, ഞാൻ ഡൽഹി പോലീസിനെ ഇകഴ്ത്തിയല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു യൂണിഫോംഡ് സർവീസാണ്. അപ്പോൾ ISROയ്ക്ക് ഇപ്പോൾ നേരത്തെ അവർക്കുണ്ടായിരുന്ന പെൻഷൻ പാക്കേജ് കോംപ്രഹെൻസീവ് പെൻഷൻ ഇല്ല, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവർക്കില്ല ISROയ്ക്ക്. ഇതല്ല ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിൽ നിന്ന് സയൻറ്റിസ്റ്റ് രീതിയിൽ പെട്ടെന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ആ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ പുതിയ റിക്രൂട്ട്മെന്റ് വഴി നമ്മൾ അതിനെ റീപ്ലനിഷ്മെന്റ് എന്ന് പറയും. ഈ റീപ്ലനിഷ്മെന്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ 25 എഞ്ചിനീയേഴ്സിന് എടുക്കുന്നു. ഇപ്പൊ IITയുടെ എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ ഒരുപാട് IIT എഞ്ചിനീയേഴ്സ് വന്നു. അവരെല്ലാം 6 വർഷം 8 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ എക്സ്പെക്ടേഷനിൽ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവർ ഈ പ്രത്യേകിച്ച് ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ എക്സ്പെക്ടേഷനിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഫ്രസ്ട്രേഷൻ ആവും. ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാവും. അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ആൾക്ക് വെറുതെ വെച്ച് ശമ്പളം കൊടുക്കുന്നതിനേക്കാളും ആസ്പിരൻ്റ് ആയിട്ടുള്ള പുതിയ ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ഈ 60 വയസ്സ് വരെ ഇരിക്കുമെന്നുള്ള ആൻറ്റിസിപ്പേഷനിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോവുകയും ചെയ്യരുത്. അതിൽ ഇപ്പോൾ നമ്മൾ ISROയുടെ ചീഫുകളെല്ലാം വിരമിക്കുന്നത് 60 വയസ്സിലും പിന്നെ എക്സ്റ്റൻഷൻ കഴിഞ്ഞ് 62 വയസ്സിലും 64 ഒക്കെയാണ് ചെയ്യുന്നത്. ഈ 50 കഴിഞ്ഞതിന് ശേഷമുള്ളവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അവർ നേരത്തെ പോവും എന്നുള്ളതൊക്കെ വന്നിട്ട് നോട്ടീസ് പീരീഡ് കൊടുക്കാം. നമുക്ക് 3 ഇയർ നോട്ടീസ് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ 2 ഇയർ നോട്ടീസ് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ 1 ഇയർ നോട്ടീസ് വേണമെന്ന് പറയാം. ഇപ്പം ഗവൺമെന്റ് സർവീസിൽ കയറുന്ന ഒരാളിൽ പൊഴിഞ്ഞു പോക്കിനെ ഗവൺമെന്റിന് നിരോധിക്കാൻ പറ്റത്തില്ല. അത് ഡിഫൻസ് സർവീസിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ബോണ്ട് സൈൻ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പം ISRO അങ്ങനെ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ബോണ്ട് കാലാവധി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബോണ്ട് കാലാവധിയിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ അവരുടെ സാലറി നമുക്ക് കോൺഫിസ്കേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് കൊടുക്കാൻ പ്രൈവറ്റ് കമ്പനികൾ തയ്യാറാണ്. അപ്പോൾ സ്പേസ് എക്സ് പോലുള്ള വേൾഡിലെ എക്സാമ്പിൾസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ 300ഓളം സ്റ്റാർട്ടപ്പുകളുണ്ട്. ഈ 300ഓളം സ്റ്റാർട്ടപ്പുകൾക്കുള്ള മാൻ പവർ അവർ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്? അവർ പുതുതായിട്ട് ഒരാളെടുത്ത് ട്രെയിൻ ചെയ്യാൻ പോകുന്നില്ല. അവർ ഈസി ആയിട്ട് അവർ ഒരു സാധനം, നമ്മുടെ വീട്ടിലൊരു ബ്രെഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കും. ഇല്ല, നിങ്ങൾ വീട്ടിൽ ബ്രെഡ് ഉണ്ടാക്കിക്കൊണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 300 സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയേഴ്സ് നമ്മൾ ഈ ഏരിയ, അതായത് ഡിഫൻസ് പ്രൊഡക്ഷൻ ഏരിയയിൽ
സ്പേസ് ഏരിയ നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സിന് സ്റ്റാർട്ടപ്പിന് തുറന്നു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കാര്യം നമ്മുടെ സ്പീഡിന് സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. ഗവൺമെന്റിന്റെ ആവശ്യമാണ് അത് തുറന്നു കൊടുക്കുന്നത്, പ്രൈവറ്റ് സെക്ടറിന്റെ ആവശ്യമല്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ആവശ്യമാണ് അത് തുറന്നു കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ പോകുമെന്നുള്ളത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് റീപ്ലനിഷ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരെ തടഞ്ഞു വെച്ചിട്ട് അല്ല മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്, മിനിസ്റ്റർ ഓഫ് സ്പേസിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ രാജിവെക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ ആവശ്യം ഇതുണ്ടെങ്കിൽ അവർ രാജിവെക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ലീവ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ നാളെ തൊട്ട് ഓഫീസ് അറ്റൻഡ് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷൻ അല്ല നമ്മൾ നോക്കേണ്ടത്. ഇൻഡസ്ട്രി അതൊരു ഇൻഡസ്ട്രിയാണ്. സ്പേസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ്. അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല. ഇപ്പോൾ അതൊരു സ്പേസ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് വന്ന സ്ഥിതിക്ക് ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. മാൻപവർ ഹയർ ചെയ്യേണ്ടി വരും. പുതിയ മാൻപവർ നമ്മൾ എടുക്കേണ്ടി വരും, ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഇൻഡസ്ട്രിയിലുള്ളതാണ്. ആദ്യം ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ആദ്യം BSNL നിന്ന് ഒരുപാട് പേര് കൊഴിഞ്ഞു പോയപ്പോഴത്തേക്ക് ഇതേ രീതിയിലുള്ള ഒരു ആശങ്ക വന്നതാണ്. സീനിയറായിട്ട് ഒരുപാട് ഇന്ത്യൻ ടെലികോം സർവീസിലേക്ക് ഒരുപാട് ഓഫീസർമാരെ ടാറ്റ പോലുള്ള കമ്പനികൾ ഹയർ ചെയ്തു, എനിക്കറിയാം. അപ്പോൾ BSNL പൂട്ടിപ്പോയൊന്നുമില്ല. BSNL താഴെയുള്ളവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഓരോ കമ്പനിയിലും പുതിയ ആൾക്കാർ കൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് താഴെയുള്ളവർക്ക് വളരാനുള്ള അവസരവും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലുമാണ്. നമുക്കിപ്പം ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനെ കിട്ടാൻ നമുക്ക് പാടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഐസർ ഉണ്ടാക്കിയത് തന്നെ ഈ സ്പേസ് എഞ്ചിനീയേഴ്സിനെ നമ്മൾ പഠിപ്പിക്കാനും വാർത്തെടുക്കാനും അവരെ ഇൻഡക്ട് ചെയ്യാനും കണക്കാക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തേ പോകാൻ പറ്റുന്നുള്ളൂ. ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവർ സിവിലിയൻസിനെ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി നെഗറ്റീവായിട്ട് പോകും. പ്രശ്നം ഇതിനകത്ത് 25 വർഷം 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രോജക്റ്റിൽ കാലങ്ങളോളം ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അത്രയും വർക്ക് എഫിഷ്യൻസിയോടുകൂടി അടുത്ത പുതുതായിട്ട് വരുന്ന ഒരാളിന് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ മറ്റ് മെത്തഡോളജീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മറ്റ് ഇൻഡസ്ട്രീസിലും ബാധകമാകില്ലേ എന്നതാണ് ഉണ്ടാവും. കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പം ഡിഫൻസിൽ ഇപ്പം ഇന്ന് ചീഫ് പറഞ്ഞ വേറൊരു കാര്യം തന്നെ ഞാൻ വീണ്ടും കോട്ട് ചെയ്യണം. അദ്ദേഹം പറഞ്ഞത് HAL മുമ്പ്, അദ്ദേഹം പറഞ്ഞതല്ല ഞാൻ പറയുന്നതാണ്, HAL മുമ്പ് റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസേഴ്സിനായിരുന്നു HAL ചെയർമാനായിട്ടൊക്കെ വെച്ചത്. അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അവർക്ക് ഡിഫൻസിന്റെ ഓപ്പറേഷൻ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാവും. അവരതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യും. അത് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരു സിവിലിയൻ HAL ജോലി കയറി കഴിഞ്ഞാൽ അയാൾക്ക് രാജ്യത്തിന്റെ അതിർത്തിയുടെ കാര്യം അയാൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ HAL ഓവർ ദ ടൈം HAL വളരെ ടാർഡി ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഒച്ചെഴിയുന്ന വേഗതയിലാണ് HAL വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാര്യം മറ്റ് ഇൻഡസ്ട്രീസിൽ ഇപ്പം സ്പേസ് ഇൻഡസ്ട്രി ഒരുപാട് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ സ്പേസ് ഇൻഡസ്ട്രി തുറന്നു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് HAL നിന്ന് ഒരുപാട് എഞ്ചിനീയേഴ്സ് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ എഞ്ചിനീയേഴ്സിനെ പഠിപ്പിച്ച് പ്രാക്ടിക്കലാക്കി എടുത്ത് കൊണ്ടുപോയേ പറ്റും. പിന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന സാലറിക്കാരും 10 ഇരട്ടി സാലറി പ്രൈവറ്റ് സെക്ടർ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും പോകും. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാര്യം അത് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാര്യം ഇതുകൊണ്ട് രാജ്യം മൊത്തത്തിൽ ബെനിഫിറ്റഡ് ആവുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് നേരെ തന്നെ നമുക്ക് ഈ നേരെ ആസാദ് എഞ്ചിനീയറിംഗ് നൽകി ഈ ടർബോ ജെറ്റ് എഞ്ചിൻ്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് എന്താണ് ഇതിൻ്റെ ഒരു മറ്റ് തരത്തിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക്? അല്ല, ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു പുതിയ ഒരു അതിഥി ഈ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കുഞ്ഞു പറഞ്ഞതിലുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ട്. കാര്യം ഒരു ടർബോ ഫാൻ എഞ്ചിൻ, ഒരു ജെറ്റ് എഞ്ചിൻ ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് വന്നു എന്നുള്ളത് വലിയ കാര്യം. GTR എന്ന് പറയുന്ന ഗവൺമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് 45 വർഷങ്ങളോളം വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ കിലോമീറ്റർ കപ്പാസിറ്റി എത്രയാണ്, ത്രസ്റ്റ് എത്രയാണ്, മറ്റ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ അവർ ക്ലാസിഫൈഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതെ. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട ഒരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ധാരാളം സ്ഥാപനങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യ ഇന്ന് നമുക്ക് ഒരു വർഷം ഏകദേശം 150ഓളം ഫൈറ്റർ ജെറ്റ് വേണം. 150ഓളം. ഈ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ആകെ ഫൈറ്റർ എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 6 എണ്ണോ 7ാമത്തത് കിട്ടിയെന്ന് പറയുന്നു കഴിഞ്ഞ ഒരു 12 മാസം കൊണ്ട്. ഈ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിൽ അവർക്ക് നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവർ DRDO ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിൽ നിന്ന് ചില എഞ്ചിനീയേഴ്സൊക്കെ ഇതിനകത്ത് പോയിട്ടുണ്ടാവും. സ്പേസിലും പിന്നെ HAL ഒക്കെയാണ് ഈ ഡെവലപ്മെന്റ്. ആ 2 സെക്ടറാണ് ഇപ്പോൾ തുറന്നു കൊടുത്തത്. ഈ തുറന്നു കൊടുത്ത ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് തുറന്നു കൊടുക്കുമ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് അതുമല്ല അവർ ഒരുവിധം ഒരു പരിധിവരെ വികസനം മുരടിച്ചവരായിരിക്കും. അവർ പ്രൈവറ്റ് മേഖലയിൽ ചെന്നിട്ട് 8 മണിക്കൂർ 12 മണിക്കൂർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം കൂടെ നമ്മൾ സന്തോഷത്തോടെ കാണും. കാരണം അവർക്ക് അവരുടേതായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഗവൺമെന്റ് സർവീസ് എന്ന് പറയുമ്പോൾ ഇത് ഹെറാർക്കിയലാണ്.
അപ്പോൾ നമ്മുടെ മേലിലുള്ള ഒരു ഓഫീസർക്ക് ഇത് നമ്മുടെ വർക്ക് ചെയ്യിക്കേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ചുമ്മാ ഇത് ശമ്പളം തരും, നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടണമെങ്കിൽ പ്രൈവറ്റ് സെക്ടറും നമ്മൾ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. നമ്മൾ നേരത്തെ ഈ മോദി സർക്കാർ വന്നതിന് ശേഷമുള്ളൊരു പിന്നെ മുദ്രാവാക്യമാണ് PPP എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ കാണാതെ പോകില്ല, നെഗറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ പോസിറ്റീവ് സൈഡിൽ നമ്മൾ പരമാവധി നമ്മൾ കംഫർട്ടബിൾ ആകാൻ നോക്കണം. മാത്രമല്ല നമ്മളെ ആവശ്യമില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുണ്ട്, അതൊന്നും ഈ വളരെ കൺവെൻഷനായിട്ട് കാര്യം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നമുക്ക് ആവശ്യത്തിലുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള പുതിയ സ്കില്ല്, ഇപ്പോൾ റോക്കറ്റ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങുകയും കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും അവരെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്ത് APJ അബ്ദുൽ കലാമിന്റെ സമയത്ത് തുടങ്ങിയതാണ് ഐസർ. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് കൂടുതലായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ സ്കിൽഡ് ഈ മേഖലയിൽ സ്കില്ലുള്ള ധാരാളം പേർ ഈ മേഖലയിൽ വരികയും കൂടുതൽ ഇൻഡിജിനിയസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ആയാലും അല്ലെങ്കിൽ സ്പേസ് എക്യുപ്മെന്റ്സ് ആയാലും കൂടുതലായിട്ട് മേഖലയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റണം. തീർച്ചയായിട്ടും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയണം. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.